ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പം നമ്മൾ നിങ്ങളോട് പറഞ്ഞിരുന്ന കാര്യമായിരുന്നു നമ്മളെ പബ്ലിക് ലൈവ് നടക്കുന്ന സമയത്ത് ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞിരിക്കുന്ന +2 മോഡൽ എക്സാമിനും ഫൈനൽ എക്സാമിനും എപ്പോഴും ചോദ്യം വരുന്നൊരു ഭാഗമാണ് ഈ പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത്. അത് വേറെ ഇതുമല്ല, നമ്മുടെ ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നിസ്സംഗതാ വക്രം അല്ലേ. ഈ നിസ്സംഗതാ വക്രത്തിൻ്റെ 3 സവിശേഷതകൾ എഴുതാൻ നമ്മളോട് ചോദിച്ചിരുന്നത്. അഥവാ നമ്മൾ 3 അല്ല 5 വെച്ച് ഓരോന്നിനും പഠിച്ചിട്ടുണ്ടല്ലേ. അതിലേതെങ്കിലും 3 എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 3 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 3 സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമുക്കറിയാം, ഇതിൻ്റെ ഷേപ്പ് തന്നെ ആദ്യം എഴുതി വെക്കുക. ഇതിൻ്റെ ഷേപ്പ് നമുക്കറിയാം അല്ലേ. ഇൻഡിഫറൻസ് കർവ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് അല്ലേ. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് മാത്രമല്ല, അതെങ്ങനെയാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് നമുക്കറിയാം. ആൻഡ് കോൺവെക്സ്ഡ് ഒറിജിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഒറിജിനോട് ചേർന്ന് നിൽക്കുന്ന ഷേപ്പും കൂടി നിങ്ങൾ ആലോചിക്കുക. അതായത് നമ്മളിവിടെ പറഞ്ഞു വെച്ച കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ പറഞ്ഞ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയാണെന്നാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫീച്ചർ പോവാം അല്ലേ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറ്റൊന്നുമായിട്ട് കൂട്ടിമുട്ടില്ല അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എഴുതാം നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ എന്ന് വെച്ചാൽ ഒരിക്കലും മറ്റൊന്നുമായിട്ട് കൂട്ടിമുട്ടില്ല. നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഓക്കെ, ഒന്ന് മറ്റൊന്നായിട്ട് ഒരിക്കലും കൂട്ടിമുട്ടില്ല നമുക്കറിയാം. ഇനി മൂന്നാമത്തത് എന്താണ് പറയുന്നത്? ഹയർ ഐ സി ഗീവ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹയർ ഐ സി ഗീവ്സ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ സംതൃപ്തി നൽകുന്ന ഏതായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന ഉയർന്ന നിലവാരത്തിലെത്തുന്ന ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഞാനിവിടെ ഇൻഡിഫറൻസ് കർവ് നമ്പർ 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഏതായിരിക്കും? സംശയമില്ലാതെ നമുക്ക് പറയാം ഇൻഡിഫറൻസ് കർവ് 2 ആയിരിക്കും തരുന്നുണ്ടാവുക. എന്താ കാരണം? അത് ഹയർ ലെവലിലേക്ക് അല്ലേ. അപ്പോൾ ഹയർ ലെവലിലേക്ക് നമുക്ക് കൂടുതലായിട്ട് സന്തോഷം കിട്ടുന്ന കാര്യം അവിടുന്ന് മനസ്സിലാക്കട്ടെ. ആൻഡ് നാലാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുമ്പം ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, കോൺവെക്സ് ഒറിജിൻ ആണ്, നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ, ഹയർ ഐ സി ഗിവ്സ് ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിൻ്റെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഐ സി ഇൻഡിഫറൻസ് കർവിൻ്റെ ഗ്രൂപ്പ് അറിയപ്പെടുന്നവരാണ് എന്ത്? ഇൻഡിഫറൻസ് മാപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എല്ലാ ക്ലാസ്സിലായിട്ട് പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം ഇതൊന്ന് പഠിച്ചേക്കാം. ഇനി ഫൈനൽ എക്സാമിന് ഒരു പക്ഷേ ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. പകരം നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. ഈ പറഞ്ഞ ഐസോകോണ്ട് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇനി ഐസോകോണ്ട് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കുന്നത് ഐസോകോണ്ട് ആണെങ്കിൽ എന്താ സെയിം തന്നെ അവസ്ഥ. ഇത് തന്നെ പേര് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, പേര് മാത്രമേ മാറുന്നുള്ളൂ, ഐസോകോണ്ട് എന്നായി മാറും. പിന്നെ നമുക്കിവിടെ 2 ഗുഡ്സാണ് നമ്മൾ എഴുതിയെങ്കിൽ ഇവിടെ ഗുഡ് 1ഉം ഇവിടെ നമ്മൾ ഗുഡ് 2, ഒന്നാമത്തെ വസ്തുക്കളും രണ്ടാമത്തെ വസ്തുക്കളാണ് എഴുതിയെങ്കിൽ ഇവിടെ അതൊന്ന് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് മാറി എന്താ സംഭവിക്കുക? നമ്മുടെ ഇൻപുട്ട് 1. ഓക്കെ, ഒന്നാമത്തെ ഇൻപുട്ടും ഇവിടെ എന്ത് ചെയ്യും? ഇൻപുട്ട് 2 ആയിട്ട് മാത്രം വരും എന്ന് മാത്രമേ മാറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യത്യാസം നടക്കുള്ളത് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു നോക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞ കോസ്റ്റ് കർവുകളെ കുറിച്ചുള്ള ചോദ്യം. സാധാരണ ഒരു ടേബിൾ വെച്ചിട്ട് നമുക്ക് തരാറില്ല, പക്ഷേ ഇത്തവണ ഇക്വേഷൻ മാത്രം തന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതായിരുന്നു. കാരണം ഇത് നമ്മൾ ഇക്വേഷൻ മാത്രം എഴുതുന്നത്, വാല്യൂ പോലും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ആ 3 ഇക്വേഷൻ നമുക്ക് നോക്കാം. എന്തായാലും ചോദ്യം ΔTC / ΔQ. നമുക്കറിയാലേ എന്താണ് MC അഥവാ MC മാർജിനൽ കോസ്റ്റിൻ്റെ ഇക്വേഷനാണിത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. MC = എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിക്കുക? MC വരുമ്പോൾ എന്തായാലും എന്തോ ഒരു കാര്യം ഡിവൈഡ് ചെയ്യാനായിരിക്കും. മുകളിലും താഴെയും ത്രികോണം അഥവാ നമ്മുടെ ഡെൽറ്റ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇനി MC കിട്ടാൻ എന്താ മതി? TC നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞ പോലെ ΔTC / ΔQ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? MC കിട്ടും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം നോക്കാം. നോക്കുകയാണെ TFC / Q. TFC / Q എന്ന് പറഞ്ഞാൽ TFC / Q എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും എന്താ കിട്ടുക? AFC ആണല്ലേ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അമ്മായിയുടെ മോനെ കിട്ടാൻ അഥവാ A വെച്ചിട്ടുള്ള ഏത് കാര്യം കിട്ടാൻ നമ്മൾ എന്ത് മതി? ഈ പറഞ്ഞ തങ്കമ്മയുടെ മോനെ അഥവാ ഈ പറഞ്ഞ തങ്കമ്മയുടെ മോനെ എന്ത് ചെയ്തു? നമ്മൾ ഈ പറഞ്ഞ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിക്കാം. AFC ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? TFC നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി എനിക്ക് വേണ്ടത് AVC ആയിരുന്നു വിചാരിക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ VC നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയും VC കൊടുക്കുന്നു. അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്തുള്ള കാര്യം എന്തായാലും നമ്മൾ അത് ഇവിടെയും കൂടി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി AC ആണ് വേണമെങ്കിൽ നമ്മൾ TC ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ വരുന്നത്? AFC ആയിരുന്നു. കാരണം TFC / Q ആയിരുന്നു. ലാസ്റ്റ് വൺ നമുക്ക് എന്തായിരുന്നു? AVCയും AFCയും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AC കിട്ടും. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് AC = AVC + AFC എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് ഏത് മോഡലാണ്? TC = TVC + TFC എന്നുള്ള കാര്യമാണ് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ വൃത്തിയായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആയിരുന്നു ഈ പറഞ്ഞ 2 ചോദ്യങ്ങളെന്ന് പറഞ്ഞത്. അപ്പോൾ 2 ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇനിയും പഠിച്ചു വെക്കുക. കാരണം ഇത് പരീക്ഷയ്ക്ക് ഇനിയും ചോദ്യം വരും. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പറഞ്ഞത്. വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. വീണ്ടും പുതിയ ചോദ്യമായിട്ട് കാണുന്നതായിരിക്കും. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.